തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ തിരുവനന്തപുരം സ്വദേശി മൻസൂറിൻ്റെ പക്ഷി വളർത്തൽ വിശേഷങ്ങൾ കാണാം. ഇനി വളർത്തുമൃഗങ്ങളുടെ നല്ലൊരു പരിശീലകൻ കൂടിയാണ് മൻസൂർ. എൻ്റെ പേര് മൻസൂർ എന്നാണ്. ഞാൻ ഈ ഫീൽഡിൽ കിളികളായിട്ടും മറ്റുള്ളതായിട്ടുള്ള ഒരു ജീവിതമായിട്ടുള്ള ഒരു അടുപ്പം തുടങ്ങിയിട്ടൊരു 18 വർഷമാകും. ഹോബിയായിട്ട് തുടങ്ങിയ ഒരു ഇതാണ്. സാധാരണ ലവ് ബേഡ്സിൽ തുടങ്ങിയതാണ്. ഇപ്പം ഒരുപാട് വെറൈറ്റീസായിട്ട് ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പല വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ മറ്റു രാജ്യങ്ങളിൽ വന്ന ബേഡ്സും ഓരോ വെറൈറ്റീസൊക്കെ വന്നതുണ്ട്. അതിൻ്റെയൊക്കെ തലമുറ എന്നുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇരിക്കുന്നത് ഇത് കൊക്കട്ടയിൽ എന്ന് പറയും ഈ വർഗ്ഗത്തിൻ്റെ പേര്. ഇത് കൊണൂർ വെറൈറ്റിയിൽ നാൻഡിയ കൊണൂർ എന്ന് പറയും. ഈ യെല്ലോ കളറിൽ ബാക്കിയിരിക്കുന്നത് സൺ കൊണൂർ എന്ന് പറയും. ഇത് സിനിമൺ കൊണൂർ എന്നുള്ള വെറൈറ്റിയാണ്. ഇത് കോക്കട്ടൈൽസ് ആഫ്രിക്കൻ ബേഡാണ് കോക്കട്ടൈൽ. ഇതെല്ലാം ആഫ്രിക്കപ്പെടുന്ന വെറൈറ്റീസാണ്. കൂടുതലായിട്ട് ബേഡ്സിൻ്റെ വെറൈറ്റി കൂടുതലായിട്ടും ആഫ്രിക്കയിലാണ് പൂർണ്ണമായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ ബിസിനസ്സായിട്ടും ഇതുപോലെ കിളികളൊക്കെ ഇണക്കി പരിപാലിച്ച് ആവശ്യത്തിനേറെയുള്ള എന്താണോ കസ്റ്റമർ ചോദിക്കുന്നത് അതനുസരിച്ച് എടുത്ത് കൊടുക്കാനുള്ള ബിസിനസ്സായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഇത് അംബർല കൊക്കോറ്റ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊക്കെ ഞാൻ തീരെ കുഞ്ഞുങ്ങളെ എടുത്ത് ഇണക്കി സെയിൽ ചെയ്യാറുണ്ട്. ഓരോന്നിനും സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഇഗ്വാനസിനാണ് പൂർണ്ണമായിട്ടും വെജിറ്റബിൾസാണ് കൂടുതലായിട്ട് കൊടുക്കാനുള്ളത്. എല്ലാ വെജിറ്റബിൾസും കഴിക്കാറുണ്ട്. ഇവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സും നട്ട്സും അതിൻ്റെ എല്ലാം ഫുഡുകളൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ആപ്പിളും മറ്റുള്ളതൊക്കെയാണ് ഫ്രൂട്ട്സ് ആയിരുന്നാലും എല്ലാം കൊടുക്കുന്നത് ഈ ബേഡ്സ് വെറൈറ്റീസ്. അല്ലാതെ സ്ക്വിരൽ ടൈപ്പ് ഉണ്ട്, അതിനൊക്കെ ഈ സിർലാക്ക് അങ്ങനത്തെ ബേബി മിക്സൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് ഇഗ്വാനാസ് എന്ന് പറയുന്ന ഉരക വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു വർഗ്ഗമാണ്. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ഓന്ത് എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഈ ആമസോൺ കാടുകളിലൊക്കെ ഉള്ള വലിപ്പം കൂടിയ ഓന്താണ്. അതാണ് സത്യം പറഞ്ഞാൽ നാടൻ ഓന്തെന്ന് തന്നെ പറയാം. പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ കസ്റ്റമേഴ്സൊക്കെ ആഗ്രഹിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇതെനിക്ക് ബ്രീഡ് ചെയ്ത് ഞാൻ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ എടുക്കാറുണ്ട്. ഇത് മുട്ടയാണ് ഇടുന്നത്, മണ്ണ് കുഴിച്ച് മുട്ടയിട്ടാണ് സാധാരണ ഓന്തിടുന്നത് പോലെ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യുന്നത്. ഒരു പീസിന് തന്നെ തീരെ കുഞ്ഞുങ്ങൾക്ക് 9,000 തൊട്ട് ഈ വലിപ്പം കൂടിയത് ഒരു പീസ് 40,000 രൂപ അത്രത്തോളം വില വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പൂർണ്ണമായിട്ടും വളർത്താൻ ആഗ്രഹിക്കുന്നവർ അതിനെ പൂർണ്ണ രീതിയിൽ തന്നെ പരിപാലിക്കണം. ചിലവർ വാങ്ങിക്കുന്ന ആ ഒരു ക്രേസിന് വേണ്ടി മാത്രം കിളികളുടെ ആയിരുന്നാലും മറ്റു വെറൈറ്റീസിനായിരുന്നാലും ശരി എടുത്തിട്ട് കൂടിപ്പോൾ ഒരു 10-20 ദിവസം നല്ലതുപോലെ കെയർ ചെയ്തിട്ട് പിന്നെ അതിനെ കൂടുതലായിട്ട് കെയർ ചെയ്യാത്ത ഒരു സാഹചര്യങ്ങൾ ചിലയിടത്തും കാണുന്നുണ്ട്. ആ രീതിയിൽ ആരും മറ്റുള്ള വെറൈറ്റീസിനെ ഒന്നും വാങ്ങിച്ച് വളർത്താതിരിക്കുക. വളർത്തുകയാണെങ്കിൽ അവരെ പൂർണ്ണ സ്വതന്ത്രമായിട്ടുള്ള വളർത്താൻ ആഗ്രഹിക്കുക. അതാണ് സത്യം.